ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സാം ഉള്ളൊരു ദിവസം എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഒരു റുട്ടീൻ എന്നാണ് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം കുറച്ച് ടിപ്സും ഇതിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5:30 ആയപ്പോഴാണ് സാധാരണ എഴുന്നേൽക്കുന്ന 5:30 സമയത്താണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഇസാനെയും റോസൂനെയും സാധാരണ ഞാൻ വിളിക്കുക ഒരു 6:30 കഴിഞ്ഞിട്ടാണ്, 6:45 ആകുമ്പോഴാണ്. എക്സാം ദിവസങ്ങളിൽ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ക്രിസ്മസ് സമയമാകുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം പിന്നെ പഠിക്കാനിരിക്കില്ല. പള്ളിയിൽ പോയി വന്ന ശേഷം കുറച്ച് നേരം പഠിക്കാൻ ഇരിക്കുള്ളൂ. അപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് മോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ അതിനുള്ള സമയമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓടിച്ച് എല്ലാം ഒന്ന് വായിച്ച് നോക്കാനുള്ള സമയമാണ് രാവിലത്തെ ആ ഒരു കുറച്ച് സമയം. അപ്പോൾ എനിക്ക് പൊതുവേ ആ ഒരു സമയം ഇഷ്ടമാണ്. കാരണം കുറച്ച് സൈലൻ്റ് ആയിരിക്കും. പഠിക്കാനായിട്ട് കുറച്ചും കൂടി സൗകര്യം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പണികൾ അടുക്കളയിലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇസാനെ ഇപ്പോൾ ഞാൻ കൂടെ ഇരുത്തി അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു പ്രായമല്ലല്ലോ, കുറച്ചും കൂടി വലുതായില്ലേ. റോസൂനിയാണ് ഞാൻ അവിടെ ഇരുത്തി അവൾ എഴുതുന്നുണ്ടെന്നൊക്കെ നോക്കും. ഈസയ്ക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയധികം സമയം കിട്ടാറില്ല രാവിലെ എക്സാം ആണെങ്കിൽ പഠിക്കാൻ. ഉച്ചയ്ക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായി. ഈസയ്ക്കൊക്കെ ചിലതൊക്കെ എക്സാംസ് ഉച്ചയ്ക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ദിവസം അവൾ കുറച്ച് ലേറ്റായിട്ട് ഇരുന്ന് പഠിച്ചാലും രാവിലെ അത്ര വേഗം എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. റോസൂന് എല്ലാ എക്സാമും രാവിലെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ വരണത് കേട്ടോ. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 7:30 കഴിയുമ്പോൾ നമ്മൾ പഠിപ്പ് നിർത്തി. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും നമ്മൾ എല്ലാം റെഡിയായി ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈമിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എക്സാം ദിവസങ്ങളിൽ ക്ലാസ്സിലേക്ക് ലേറ്റായിട്ട് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുക. തലേ ദിവസം വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന പ്ലാനായിരിക്കും അടുത്ത ദിവസം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയതായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂൾ ബാഗ് ആയാലും ബോക്സ് ആയാലും യൂണിഫോം ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ രാവിലെ നമ്മൾ പഠിച്ച് റെഡിയായി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് ടൈമിന് തന്നെ എത്താനായിട്ട് സാധിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് കുറേ പേർക്ക് അറിയുന്നതാവും. പെർഫ്യൂം നമ്മുടെ ബ്രിസ്റ്റിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ സ്മെല്ല് കുറച്ചും കൂടി സമയം യൂസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞു വന്നു. ഇനി നമ്മുടെ ബാഗും ബോക്സും ഒന്നും കൂടിയും ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. മെയിനായിട്ട് നമുക്ക് വേണ്ടത് എക്സാം എഴുതുമ്പോൾ റൈറ്റിംഗ് പാഡും, ആ ചില സ്കൂളിൽ സമ്മതിക്കും, ചിലയിടത്ത് കൊണ്ടുവരാൻ സമ്മതിക്കാറില്ല. ബോക്സ് എന്തായാലും നമുക്ക് പ്രോപ്പറായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം. പെന്ന്, പെൻസിൽ, റബ്ബർ, കട്ടർ, ഷാർപ്പ്നറോ എന്തെങ്കിലും പറയുന്നത് വെച്ചാൽ അത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാത്സ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അത് മറക്കാതെ വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ പെൻസിലായാലും അതുപോലെ തന്നെ പെന്നായാലും എക്സ്ട്രാ കൂടി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ചെന്ന് ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് നടക്കണം. അതോടൊപ്പം തന്നെ എക്സാമിന് പോകുന്ന എല്ലാ കുട്ടികളും മറക്കാതെ വാച്ച് കെട്ടിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. UP ലെവലിലെ കുട്ടികൾക്കാണ് വാച്ച് നോക്കി സമയം നോക്കി എക്സാം എഴുതേണ്ട ആവശ്യം വരിക. അതോടൊപ്പം തന്നെ കുറച്ച് നല്ല വാച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ വില കുറഞ്ഞ വാച്ചുകൾ എടുക്കുമ്പോൾ അത് പരീക്ഷ സമയത്ത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് കെട്ടണതിന് ഒരു പ്രയോജനം ഇല്ലാത്ത പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വാച്ച് നോക്കിയിട്ട് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ അത് ഉപയോഗിക്കുക. സ്മാർട്ട് വാച്ചുകൾ എക്സാമിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ വാച്ചുകൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് നമ്മൾ നൂലപ്പവും വെജിറ്റബിൾ കറിയുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് എക്സാമുള്ള ദിവസം അവർക്ക് സാധാരണ ഭക്ഷണമൊന്നും കൊണ്ടുപോയി വരാറില്ല. വന്നു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിരിക്കും. ഇനി ഉച്ചയ്ക്കാണ് എക്സാമിന് പോകണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് അവർ പോവും. അതാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം റെഡിയായി എക്സാമിന് പോകണം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് എക്സാം വരണേ? രാവിലെയാണോ ഉച്ചയ്ക്കാണോ നിങ്ങൾക്ക് എക്സാം? മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഏത് സമയമാണ് എക്സാം എഴുതുന്നത് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് പ്രെയറൊക്കെ എത്തിച്ച് ശേഷം എക്സാമിന് പോവാം. പ്രാർത്ഥിച്ച് പോസിറ്റീവ് മൈൻഡോടുകൂടി എക്സാമിന് പോകട്ടെ എല്ലാവരും. അപ്പോൾ ഇസയും റോസും ക്ലാസ്സിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എക്സാം ഉള്ളത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അവരെ പഠിപ്പിക്കാനും കുറച്ചൊന്നും നോക്കിയല്ലോ. അപ്പോൾ നേരം പോയതുകൊണ്ട് പിന്നെ അവർക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് വെജ് കുറുമയാണ്. അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, ഒരു 3 വറ്റൽ മുളക്, പിന്നെ കുറച്ച് വേപ്പില. അപ്പോൾ ഇതൊന്ന് കളർ മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് അത് വാടി കിട്ടും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എന്തൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്. അത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം ഈ കുറുമയിലേക്ക് ആഡ് ചെയ്യാൻ. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് തേങ്ങയിലേക്ക് ഒരു 2 ഏലക്കായ, ഒരു 2 കരയാമ്പൂ, ഒരു ചെറിയ പീസ് പട്ടയുടെ പീസ്, പിന്നെ ഒരു 4 കുരുമുളക്, ഒരു ഇത്തിരി വെള്ളം, നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കളർ വേണമെങ്കിൽ നിങ്ങൾക്കൊരു യെല്ലോയിഷ് കളർ പോലെ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് മതി. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ ചേർത്ത് കൊടുക്കുക. വല്ലാതെ വെന്തുടഞ്ഞു പോകരുത്. 1.5 കപ്പ് വെള്ളത്തിലാണ് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നത്. 2 വിസിലടിച്ചിട്ടാണ് വേവിച്ചത്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്താൽ മതി. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഓൾറെഡി വെന്തതാണല്ലോ. ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ കുതിർത്ത് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലോട്ട് തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 6 പീസ് കശുവണ്ടിയും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചേർക്കാതിരുന്നത്. ഈ ഒരു അരപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളമോളം നമ്മൾ ആ മിക്സിയിൽ ജാറിൽ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ചാറിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. പിന്നെ തേങ്ങയുടെ അരപ്പ് ചേർത്തുകൊണ്ട് ഈ കറി കുറച്ച് നേരം കഴിയുമ്പോൾ തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു തള വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ലാസ്റ്റിൽ. അതോടൊപ്പം തന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് ഇനി എരിവിന് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് ഈ കറി. അപ്പോൾ രാവിലെ ആയാലും നമുക്ക് വൈകിട്ടത്തേക്ക് ആയാലൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചപ്പാത്തി ഇന്ന് മതി ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കൽ പരിപാടിക്ക് നിന്നാൽ പരീക്ഷയ്ക്ക് പിന്നെ പഠിപ്പിക്കാതിരിക്കലും ഒക്കെ നേരം ചുറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിനി ചപ്പാത്തിയും കൂടി ബാക്കി ഉണ്ടാക്കിയെടുത്ത ശേഷം എനിക്ക് ചെറിയ കുറച്ച് പണികൾ വീട്ടിലുണ്ട്. അപ്പോഴേക്കും അവരെന്തായാലും വീട്ടിൽ എത്തും. അപ്പോൾ സാധാരണ അവർക്ക് എക്സാം ഉച്ചയ്ക്കാണെന്നുണ്ട് കഴിയണമെന്ന് വെച്ചാൽ ഒരു 1 മണിയൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ സാധാരണ വീട്ടിലെത്തില്ല. അതോടുകൂടി ലഞ്ച് കഴിക്കുകയാണ് പതിവ്. അപ്പോൾ എന്തായാലും അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പണികളൊക്കെ ഏതാണ്ട് ഒരു 11:30 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുൽക്കൂടിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ചെറുതായിട്ട്. അതിൻ്റെ വീഡിയോ വഴിയേ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും മക്കൾ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കറിയും അതോടൊപ്പം ചപ്പാത്തി. അത് ചൂടോടുകൂടി തന്നെ കറിയുടെ കൂടെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 2 മണിയാവും. അപ്പോൾ കുറച്ച് നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്കാനായിട്ട്. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടാണ് നമുക്ക് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം. ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്. എക്സാമിന് പോകുന്നവർക്ക് പിന്നെ ഇപ്പോൾ എക്സാമിന് പോകുന്ന സമയമായിരിക്കും. 4 മണി വരെ 3:30 3:45 വരെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അല്ലാത്ത കുട്ടികൾക്ക് കുറച്ച് നേരം ഉറങ്ങിയ ശേഷം ഒരു 3:45 ആകുമ്പോൾ എഴുന്നേക്കാം. കുറേ നേരം കിടന്ന് ഉറങ്ങണ്ട. അത് കഴിഞ്ഞാൽ ഇത്തിരി നേരം ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഒരു 4 മണി മുതൽ 5 മണി വരെ നമുക്ക് കളിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവരിപ്പോൾ ടോയ്സൊക്കെ വെച്ചിട്ട് സാധാരണ കളിക്കൽ ഇപ്പോൾ കുറവാണ്. ടോയ്സ് എല്ലാം ഞങ്ങൾ ഒതുക്കി ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു കുറേ ആയിട്ട്. ക്ലാസ്സൊക്കെ ഉള്ള കാരണം അതൊന്നും എടുക്കാനും നേരില്ല. അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഞാനതെല്ലാം ഒതുക്കി എല്ലാം സെറ്റ് ചെയ്ത് അപ്സ്റ്റെയറിലൊക്കെ ഇങ്ങനെ സെറ്റാക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെക്കേഷൻ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് അവരിങ്ങനെ കുറച്ച് നേരമൊക്കെ കളിക്കാനായിട്ടിരുന്നു. ഒരു 5 മണി കഴിയുന്നവരെ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ ഞങ്ങളെങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളെല്ലാ പാഠങ്ങളും ഒന്ന് റിവൈസ് ചെയ്യും, ഒന്നെല്ലാം ഒന്ന് വായിക്കും. ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്നും കൂടി സ്ട്രിക്റ്റായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കൊച്ചു കുട്ടികളാണെങ്കിൽ എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. റിവിഷൻ നേരത്തെ കൂട്ടി പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ചും കൂടി നല്ല രീതിക്ക് തന്നെ എളുപ്പമായിരിക്കും. ചിലപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പരീക്ഷയുടെ പഠിക്കാതെ ആ ദിവസം നമ്മൾ മറന്നു പോകണ പോലെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് പേടിക്കേണ്ട, നമ്മളൊന്ന് വായിച്ച് വരുമ്പോൾ നമുക്കത് ശരിയാവും. മാത്സൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് തന്നെ പഠിക്കുക. അല്ലാതെ വായിച്ച് മാത്സ് പഠിച്ചാൽ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. മാത്സ് ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം ഞാൻ പറയണേ. മാത്സ് ചെയ്ത് തന്നെ പഠിച്ചാലേ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രാക്ടീസ് നമുക്ക് പെർഫെക്ഷൻ കൊണ്ടുവരും. അതുകൊണ്ട് മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക.
ബാക്കി വിഷയങ്ങൾ നമുക്ക് ഒരുവിധം വായിച്ച് പഠിച്ചാൽ തന്നെ കിട്ടും. പോയിന്റുകളായി പഠിക്കേണ്ടത് ഇപ്പോൾ സോഷ്യൽ പോലുള്ള സയൻസ് പോലുള്ള സബ്ജക്ട്സൊക്കെ പോയിന്റ് വൈസ് എഴുതി വെച്ചിട്ട് പഠിക്കുന്നത് നമുക്ക് ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. എക്സാം സമയങ്ങളിൽ ഞാനൊന്ന് അവരെ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് റോസ് ചെറുതായതുകൊണ്ട് എന്തായാലും അവളെ നോക്കണം. ഇസിയും പഠിക്കുമ്പോൾ ഡൗട്ട്സും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾക്കും സാധാരണ ആ സമയത്താണ് ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പണികളും ആ സമയമാകുമ്പോഴേക്കും തീർത്ത് വെക്കും. വൈകുന്നേരത്തേക്ക് പിന്നെ പരിപാടികളൊന്നും ഞാൻ വയ്ക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് നമുക്ക്. അതിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ചിലപ്പോൾ വല്ല കളിച്ചും പിടിച്ചൊക്കെ ഇരിക്കേണ്ട വെച്ചിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 8:30 ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയും കറി ഉണ്ടാക്കിയോണ്ട് ആ കറി പോരായിരുന്നു. അപ്പോൾ പരിപ്പ് മുരിങ്ങാക്കോലും ഇട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം സമയങ്ങളിൽ പറ്റാവുന്ന നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന പണികൾ, നമ്മുടെ പണികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. കുറച്ച് സിമ്പിളായിട്ടുള്ള ലഞ്ചും ഡിന്നറൊക്കെ ട്രൈ ചെയ്യാവുന്ന നല്ലത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് മക്കളെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ജോലികൾ ആ ദിവസങ്ങളിൽ തലയിലെടുത്ത് വെച്ചാൽ നമുക്ക് ആകെ സ്ട്രെസ്സാവും. നമുക്ക് പഠിപ്പിക്കാതിരിക്കുമ്പോൾ ദേഷ്യം വരുന്നതൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് പരമാവധി സിമ്പിളായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് ജോലികൾ അന്നത്തേക്ക് ഏറ്റെടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൊച്ചു മക്കളുടെ കൂടെ ഇരുന്ന് അവരൊന്ന് പഠിപ്പിക്കാനും ശ്രദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെയും പോലെ അവർ കുറച്ച് നേരം TV കണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു അരമണിക്കൂർ. അത് എക്സാം സമയത്തായാലും എൻ്റർടൈൻമെൻറ്റിന് കുറച്ച് സമയം മാറ്റി വെക്കണം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അത് കണ്ട ശേഷം അധികം പഠിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഉച്ചയ്ക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് കുറച്ചും കൂടി സമയം ഇരുന്ന് പഠിക്കാം. ഇസയ്ക്കൊക്കെ ചില എക്സാംസ് ഉച്ചയ്ക്കാണ്. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി സമയം എക്സ്ട്രാ പഠിച്ചിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഉറങ്ങിയാൽ മതി. രാവിലെ എക്സാം ഉള്ളവർ തീർച്ചയായിട്ടും കൃത്യമായി പഠിച്ച ശേഷം വേഗം കിടന്ന് ഉറങ്ങുക. നമുക്കൊരു 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. എക്സാമിന് പോയിരുന്ന് എഴുതാനുള്ളൊരു സുഖം നമുക്ക് കിട്ടണം. അതിന് നമ്മൾ പോയി ഇരുന്ന് എന്താ പറയുക എഴുതുമ്പോൾ നമുക്ക് ഉറക്കക്ഷീണം ഇല്ലാതിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ടൈം ആകുമ്പോൾ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഒരു എക്സാം ദിവസത്തെ റുട്ടീൻ ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പരീക്ഷ തുടങ്ങുകയാണ്. സ്റ്റേറ്റ് സിലബസുകൾ എല്ലാവർക്കും ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. അപ്പോൾ വീഡിയോയിൽ നിങ്ങളുടെ എക്സാം റുട്ടീൻ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടേക്ക് കെയർ.